ഹായ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള തേങ്ങയൊന്നും ചേർക്കാതെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പച്ചടി, അതായത് ഇഞ്ചിക്കറി എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുക എന്നാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ്. അതുപോലെ തന്നെ ഒരു 2 ഇഞ്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് നമുക്കിതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർക്കാം. ഇനി ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് തൈര് ഒഴിക്കുന്നുണ്ട്. നല്ല കട്ടിയുള്ള തൈരാണിത്. അപ്പോൾ ഈ തൈര് ഒഴിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് തൈര് ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്ത് വെക്കാം. ഈ ഒരു പച്ചടി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളിതിൽ തേങ്ങ ചേർക്കുന്നില്ല. ഇഞ്ചി പച്ചടി സാധാരണ ഉണ്ടാക്കുമ്പോൾ നമ്മൾ തേങ്ങ അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ ഞാനൊരു 1/2 ലിറ്റർ തൈര് എടുത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള തൈരാണ്. ഇനി നമുക്കിതൊരു വിസ്ക് കൊണ്ട് നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഇതുപോലെ നല്ല ക്രീമായിട്ട് അടച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചെടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർക്കാം. പച്ചമുളകും ഇഞ്ചിയും തൈരിൽ അരച്ചെടുത്തതാണിത്. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ജീരകപ്പൊടി ചേർക്കാം. ജീരകപ്പൊടി കുറച്ച് അധികം ചേർക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ഫ്ലേവർ കിട്ടും. ഞാനിപ്പോൾ ഇതിൽ ഏകദേശം 1/4 ടീസ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്കിപ്പോൾ എല്ലാം നല്ല കറക്റ്റായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറുത്തിടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ചട്ടിയിലാണ് വറുത്തിടുന്നത്. നമ്മൾ ഈ കറി ചൂടാക്കുന്നില്ല. നമ്മൾ ഈ ചട്ടിയിൽ തന്നെ ഒഴിക്കുമ്പോൾ അതിൽ തന്നെ ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരുവാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വരണം. അത് നന്നായിട്ട് പൊട്ടി വന്നു കഴിഞ്ഞ ശേഷം നമുക്കിതിലേക്ക് ഒരു 3-4 കായ്മുളക്, അതായത് ഡ്രൈ ചില്ലി ഇതിലേക്ക് ചേർക്കാം. ഇതുപോലെ മുറിച്ചിട്ട് 2-3 കഷ്ണങ്ങളായിട്ട് നമുക്കിതിലേക്ക് ചേർക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. കറിവേപ്പില നിങ്ങളുടെ കയ്യിൽ കൂടുതലുണ്ടെങ്കിൽ ചേർക്കുക. എൻ്റെ കയ്യിൽ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ കുറച്ച് ചേർക്കുന്നത്. ഇനിയിപ്പോൾ ഈ വറവിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള തൈര് ചേർക്കാം. ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പാത്രത്തിൻ്റെ ചൂടിൽ ഇത് ഒന്ന് ചെറുതായിട്ട് ചൂടായി കിട്ടും. തിളപ്പിച്ചെടുക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും കാണാം.